ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇറിഗേഷൻ എഞ്ചിനീയറിങ്ങിലെ കനാൽ ടൈപ്സ് എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കനാൽ ടൈപ്സ്. കനാൽസിന് ബേസ്ഡ് ഓൺ ദെയർ സോഴ്സ്, ബേസ്ഡ് ഓൺ ദെയർ ഫങ്ഷൻസ്, ദെയർ ഡിസ്ചാർജ്, ദെയർ അലൈൻമെൻറ്റ്സ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ്, ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് വാട്ടർ സപ്ലൈ. അതിൽ രണ്ടെണ്ണം ഉണ്ട്, പെർമനൻറ്റ് കനാൽ ആൻഡ് ഇനൻഡേഷൻ കനാൽ. പെർമനൻറ്റ് കനാൽ again perennials and non-perennials. Perennials, they runs throughout. Non-perennials only during when available. ഇനൻഡേഷൻ കനാൽസ് എന്ന് പറഞ്ഞാൽ ഫ്ലഡ് ഉണ്ടാകുന്ന ടൈംസിൽ വാട്ടർ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുന്ന കനാൽസാണ് ഇനൻഡേഷൻ കനാൽ. ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്, ഇറിഗേഷൻ കനാൽ, കാരിയർ കനാൽ, ഫീഡർ കനാൽ. ഇറിഗേഷൻ കനാൽ carries water to the irrigation field. ഇറിഗേഷൻ ഫീൽഡിലോട്ട് വാട്ടർ എത്തിക്കുന്നതാണ് ഇറിഗേഷൻ കനാൽ. കാരിയർ കനാൽ, ഡയറക്റ്റ് ഇറിഗേഷൻ പ്ലസ് ഫീഡിംഗ് വാട്ടർ ഫോർ അനദർ കനാൽസ്. ഡയറക്റ്റ് ഇറിഗേഷന് യൂസ് ചെയ്യാം, മറ്റു കനാൽസിന് വാട്ടർ സപ്ലൈയും ചെയ്യും. ഫീഡർ കനാൽസ്, ഓൺലി ഫീഡിംഗ് വാട്ടർ ടു അതർ കനാൽസ്, നോ ഡയറക്റ്റ് ഇറിഗേഷൻ. മറ്റ് കനാൽസിന് വാട്ടർ സപ്ലൈ ചെയ്യും, പക്ഷേ ഇറിഗേഷൻ ഇല്ല. ബേസ്ഡ് ഓൺ ഡിസ്ചാർജ്, main canal, branch canal, major distributary, minor distributary, water course. Water course, canals which ultimately feeds water to irrigation fields. Canal course യൂസ് ചെയ്യുന്നത് ഫീൽഡ്സിൽ ഇറിഗേഷന് വേണ്ടിയിട്ടാണ്. ബേസ്ഡ് ഓൺ അലൈൻമെൻറ്റ്, കോണ്ടൂർ കനാൽസ് അലൈൻ പാരലൽ കോണ്ടൂർ ലൈൻസ്. ഹില്ലി റീജിയൻസ് ഇറിഗേറ്റ്സ് ഏരിയ ഓൺ വൺ സൈഡ് ഓൺലി. കോണ്ടൂർ കനാൽസ് ഹില്ലി റീജിയൻസിൽ കോണ്ടൂഴ്സിന് പാരലായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ദേ ഇറിഗേറ്റ്സ് ഓൺലി വൺ സൈഡ്. സൈഡ് സ്ലോപ്പ് കനാൽ അലൈൻ പെർപെൻഡിക്കുലർ ടു കോണ്ടൂർ ലൈൻസ്, ഇറിഗേറ്റ്സ് ഏരിയ ഓൺ സൈഡ്സ്. ഇവ കോണ്ടൂർ ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. ഇറിഗേറ്റ് ചെയ്യുന്നത് ഓൺലി വൺ സൈഡ് ആണ്. വാട്ടർ ഷെഡ് ഓർ റിഡ്ജ് കനാൽ അലൈൻഡ് അലോങ് ദ റൈഡിംഗ് ലൈൻ, ഇറിഗേറ്റ്സ് ഏരിയ ഓൺ ബോത്ത് സൈഡ്സ്. റൈഡിംഗ് ലൈനിലാണ് അലൈൻ ചെയ്തിട്ടുള്ളത്, ബോത്ത് സൈഡ്സ് ഇറിഗേഷൻ ചെയ്യും. നെക്സ്റ്റ് ടോപ്പിക്, വാട്ടർ ലോജിങ്. സാച്ചുറേഷൻ ഓഫ് സോയിൽ വിത്ത് വാട്ടർ, ദർ ആർ നോ എയർ വോയിഡ്സ്. വാട്ടർ ലോജിങ് വെള്ളക്കെട്ടാണ്, ദാറ്റ് ഈസ് സോയിൽ കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ ഫില്ലാകും, എയർ വോയിഡ്സ് ഒന്നും കാണില്ല. ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ 50% എയർ 50% വാട്ടർ ഉള്ളതാണ് സോയിലിൻ്റെ ഐഡിയൽ കണ്ടീഷൻ. കോസസ് ഓഫ് വാട്ടർ ലോജിങ്, over irrigation or intensive irrigation, seepage from highlands, seepage through canals, heavy rains, submergence due to flood, inadequate to drainage facilities, impermeable obstructions. വാട്ടർ ലോജിങ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ, ഓവറായിട്ട് വാട്ടർ സപ്ലൈ ചെയ്യുന്നത്, ഹൈ ലാൻഡ്സിൽ നിന്നുമല്ല വാട്ടർ ഫ്ലോ ചെയ്ത് വരുന്നത്, ഹെവി റെയിൻസ് ഉണ്ടാകുന്നത്, ദെൻ പ്രോപ്പറായിട്ടുള്ള ഡ്രെയിനേജ് ഫെസിലിറ്റീസ് ഇല്ലാത്തത്, ദെൻ ഇംപെർമിബിൾ, എന്തെങ്കിലും വാട്ടർ കടത്തിവിടാത്ത ഇംപെർമിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാകുന്നത്. ഇതൊക്കെയാണ് മെയിനായിട്ട് വാട്ടർ ലോജിങ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. എഫക്ട്സ് ഓഫ് വാട്ടർ ലോജിങ്, അനേറോബിക് കണ്ടീഷൻസ്, സോയിലിലെ എയർ ഫുള്ളായിട്ട് പോകും. അക്യുമുലേഷൻ ഓഫ് സോൾട്ട് അക്യുമുലേഷൻ ഉണ്ടാകും. ലോവറിങ് ദ സോയിൽ ടെമ്പറേച്ചർ, സോയിലിൻ്റെ ടെമ്പറേച്ചർ കുറയും. ആൾട്ടറിങ് ദ pH ചേഞ്ച് ആകും. ഗ്രോത്ത് ഓഫ് വാട്ടർ ലവിങ് വൈൽഡ് പ്ലാന്റ്സ്. ദെൻ കൺട്രോൾ മെഷേഴ്സ് ഫോർ വാട്ടർ ലോജിങ്. ലൈനിങ് ഓഫ് കനാൽസ് ആൻഡ് വാട്ടർ കോഴ്സ്. കനാൽസ് ലൈൻ ചെയ്യുന്നത് നമുക്ക് വാട്ടർ ലോജിങ് തടയാൻ സാധിക്കും. റെഡ്യൂസിങ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഇറിഗേഷൻ, ആവശ്യത്തിന് മാത്രം ഇറിഗേഷൻ ചെയ്യുക. ദെൻ ക്രോപ്പ് റൊട്ടേഷൻ, ഇടയ്ക്കിടയ്ക്ക് ക്രോപ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓപ്റ്റിമം യൂസ് ഓഫ് വാട്ടർ വേസ്റ്റ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യുക. ഇൻ്റർസെപ്റ്റിംഗ് ഡ്രെയിനേജ്, ഡ്രെയിൻ ലൊക്കേറ്റഡ് ബിറ്റ്വീൻ കനാൽസ് ആൻഡ് കൾട്ടിവേറ്റഡ് ഏരിയ. കനാൽസും കൾട്ടിവേറ്റഡ് ഏരിയയിലിടയിൽ ഡ്രെയിനേജ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, സോ ആവശ്യമില്ലാത്ത വാട്ടർ ഫ്ലോ ചെയ്ത് പൊയ്ക്കോളും. ദെൻ എഫിഷ്യൻറ്റ് ഡ്രെയിനേജ് സിസ്റ്റം. ഇതൊക്കെയാണ് നമുക്ക് വാട്ടർ ലോജിങ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ്. Next topic, land reclamation of saline and alkaline soils. Land reclamation is the process of which uncultivable land is fixed for cultivation. നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റാത്ത ലാൻഡുകളെ കൾട്ടിവേഷന് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആക്കി മാറ്റുന്ന പ്രോസസ്സാണ് ലാൻഡ് റീക്ലമേഷൻ. ആൽക്കലി സോൾട്സ്, salts which are harmful to the plants
പ്ലാന്റ്സിന് ഹാംഫുൾ ആയിട്ടുള്ള സോൾട്സ് ആണ് ആൽക്കലി സോൾട്സ്. എക്സാമ്പിൾ സോഡിയം കാർബണേറ്റ്, സോഡിയം സൾഫേറ്റ് മോസ്റ്റ് ഹാംഫുൾ സോൾട്സ് ആണ്. Sodium chloride is the least harmful source. These three salts are soluble in water. Sodium sulfate is easily washed out. Efflorescence, salt coming up in solution and forming a thin crust on the soil surface after evaporation of water. സോയിലിൽ വാട്ടർ ഇവാപ്പറേഷൻ പോയതിനു ശേഷം സോൾട്ട് സോയിൽ സർഫസിൽ ഒരു തിൻ ക്രസ്റ്റ് ലെയർ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എഫ്ലോറസെൻസ്. The land affected by efflorescence is called saline soil. ഈ എഫ്ലോറസെൻസ് അഫക്റ്റ് ചെയ്യുന്ന സോയിലിനെ സലൈൻ സോയിൽ എന്നാണ് പറയുന്നത്. ഇറ്റ് അഫക്ട്സ് ഓസ്മോട്ടിക് ആക്ടിവിറ്റി ഓഫ് പ്ലാന്റ്സ്. ഇങ്ങനെ എഫ്ലോറസെൻസ് ഉണ്ടാകുന്നത് പ്ലാന്റ്സിൻ്റെ ലൈഫിനെ അഫക്റ്റ് ചെയ്യും. കണ്ടിന്യൂസ് എഫ്ലോറസെൻസ് ലീഡ്സ് ടു സോയിൽ ഹാർഡ്നെസ് ആൻഡ് ലീഡ്സ് ടു ആൽക്കലൈൻ സോയിൽ. സോയിൽ നല്ല കട്ടിയാകും, ഓൾസോ ആൽക്കലൈൻ സോയിലായിട്ട് മാറും. അൺസോളബിൾ സോൾട്സ് ആൻഡ് അഡ്സോർബ്ഡ് സോഡിയം, ഇതൊക്കെയാണ് എഫ്ലോറസെൻസിൻ്റെ റീസൺസ്. പി എച്ച് ഓഫ് സോയിൽ, ഓപ്റ്റിമം പി എച്ച് ഈസ് 5.5 to 6.5 ആണ് സോയിലിൻ്റെ ഓപ്റ്റിമം പി എച്ച് ലെവൽ. ഡ്യൂ ടു എഫ്ലോറസെൻസ് ദ പി എച്ച് വിൽ ഇൻക്രീസ്. എഫ്ലോറസെൻസ് കാരണം പി എച്ച് ഇൻക്രീസ് ആകും. പി എച്ച് മോർ ദാൻ 11 ദെൻ ഇൻഫെർട്ടൈൽ, അതായത് പി എച്ച് 11-നേക്കാളും കൂടുതലായ സോയിൽ ഫെർട്ടിലിറ്റി മാറും, ഇൻഫെർട്ടൈൽ സോയിലായിട്ട് മാറും. നെക്സ്റ്റ്, leaching, washing out of minerals, salts and nutrients from the surface of soil to water table. അതായത് സോയിലിലെ മിനറൽസ്, സോൾട്സ്, ന്യൂട്രിയൻസ് ഇതെല്ലാം തന്നെ വാഷിംഗ് ഔട്ട് ആവുന്ന പ്രോസസ്സാണ് ലീച്ചിങ്. ആഫ്റ്റർ ലീച്ചിങ് സോൾട്ട് ടോളറൻസ് പ്ലാന്റ്സ് ടു ബി കൾട്ടിവേറ്റഡ്. ലീച്ചിങ്ങിന് ശേഷം സോൾട്ട് ടോളറൻ്റ് ആയിട്ടുള്ള പ്ലാന്റ്സ് വേണം സോയിലിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ. ആഡ് ജിപ്സം, ദാറ്റ് ഈസ് കാൽസ്യം സൾഫേറ്റ്, ബിഫോർ ലീച്ചിങ് ഇഫ് സോഡിയം കാർബണേറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ സോയിൽ. സോയിലിൽ സോഡിയം കാർബണേറ്റ് പ്രസൻ്റ് ആണ് എങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് ജിപ്സം ആഡ് ചെയ്യണം സോയിലിൽ. സോ സോഡിയം കാർബണേറ്റ് പ്ലസ് ജിപ്സം ഗിവ്സ് സോഡിയം സൾഫേറ്റ്. ആൽക്കലൈൻ സോയിൽ ക്യാൻ ബി റീക്ലെയിംഡ് ബൈ ആഡിങ് ജിപ്സം ആൻഡ് ലീച്ചിങ്. സോ ആൽക്കലൈൻ ആയിട്ടുള്ള സോയിലിനെ നമുക്ക് ജിപ്സം ആഡ് ചെയ്ത് റീക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. സോ ഇറ്റ് ക്യാൻ ബി കൾട്ടിവബിൾ. Leaching requirements, to avoid further increase in salinity, excess water is added in addition to consumptive use. Salinity avoid ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് excess water add ചെയ്യാം. That is, leaching requirement equals to dd by dp equals to ci by cd equals to eci by ecd, where dd dc depth of water drained by leaching and the total depth of irrigation water applied, CI/CD salt concentration of irrigation water and drained water respectively, ECI/ECD electrical conductivity of irrigation water and drained water respectively.